ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും ക്രിസ്തുവിൽ സ്നേഹ വന്ദനം. ഈ ദിവസങ്ങളിലെ കഷ്ടാനുഭവ ആഴ്ചയിൽ നാം ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ചിന്തിപ്പാനിടയായി തീർന്നു. ലോകം പല വിധത്തില് അത് ആഘോഷിക്കുന്നതായ ദിവസങ്ങളാണ് എന്ന് നമുക്കറിയാം. എന്നാൽ എന്തിനു വേണ്ടി ക്രിസ്തു മരിച്ചു എന്നതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കാതെ ഇന്നും ആഘോഷങ്ങൾ മാത്രമായി തരംതാണു പോകുന്നതിലാണ് ക്രിസ്തു ഇന്നും ദുഃഖിക്കുന്നത്. നമുക്കറിയാം, ക്രിസ്തുവിന്റെ ക്രൂശീകരണ വേളയില് 12 ശിഷ്യന്മാർ 12 ഇടങ്ങളിലേക്ക് ഓടുവാനായിട്ട് ഇടയായി. യാക്കോബിന്റെ 12 ഗോത്രങ്ങൾ അഥവാ 12 സിംഹാസനങ്ങളിൽ ഇരുന്ന് ന്യായവിസ്താരം നടത്തേണ്ടുന്നവരാണ് അപ്രകാരം വ്യതിചലിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ഇന്നും അങ്ങനെയുള്ളതായ വ്യതിചലനങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. യേശു കർത്താവിനെ പ്രധാനമായിട്ട് 5 സ്ഥാനങ്ങളിൽ വിസ്തരിപ്പാനായിട്ട് ഇടയായി. 3 പ്രധാന മത കോടതികളിൽ ആദ്യമായിട്ട്. ഒന്നാമത് നമുക്കറിയാം, ഹന്നാവ് തന്നെ വിസ്തരിച്ചു. AD 6 മഹാപുരോഹിതനായ ഹന്നാവ് AD 16 താന് സ്ഥാനഭ്രഷ്ടനാകുവാനിടയായിത്തു. ഹന്നാവ് യേശുവിനെ വിസ്തരിച്ചത് ഉപദേശപരമായിട്ടും തന്റെ ശിഷ്യന്മാരെ കുറിച്ചുമാണ്. എന്നാൽ കർത്താവ് അതിന് മറുപടി പറഞ്ഞത് എന്ത് എന്ന് പറഞ്ഞാൽ, കേട്ടവരോട് ചോദിക്കാം എന്നാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തിയുടെ മേൽ അപരാധം ചെലുത്തുമ്പോൾ 2 or 3 സാക്ഷികളുടെ വാമൊഴി ആവശ്യമാണ്. ന്യായപ്രമാണം അത് പറയുന്നു. അത് മാത്രമല്ല, അവന്റെ കുറ്റം വായിച്ചു കേൾപ്പിക്കണം. ഇതൊന്നും ചെയ്യാതെ മഹാപുരോഹിതൻ ഡയറക്റ്റായിട്ട് യേശുവിനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. അതുകൊണ്ടാണ് അപ്പോൾ കർത്താവ് അപ്രകാരം പറഞ്ഞത്, കേട്ടവരോട് ചോദിക്കാം. അത് യേശുവിന്റെ ഉപദേശം കേട്ടവർ അനേകരുണ്ട്. ഇന്നും ആ ഉപദേശം അനേകര് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു പരിധിവരെ യേശു കർത്താവ് തിരിച്ച് തന്നെ അത് ന്യായവിസ്താരം നടത്തുകയാണ് അവിടെ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നത്. ഇത് കേട്ടുനിന്നതായ ഒരു ചേവകൻ യേശുവിന്റെ കന്നത്തടിക്കുവാനായിട്ട് ഇടയായി തീർന്നു. മഹാപുരോഹിതനെ പ്രീതിപ്പെടുത്തേണ്ടതിന് വേണ്ടിയാണ്. ഇന്നും അങ്ങനെയാണല്ലോ. മുഖസ്തുതിയും ചക്കരവാക്കും ഒക്കെ കൊണ്ട് പലരും യേശുവിനെ ക്രൂശിലേറ്റിയാലും മറ്റു പലരെയും ആ മുഖസ്തുതിയിലൂടെ പ്രീതിപ്പെടുത്തുന്നതാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ചേവകൻ യേശുവിനെ കന്നത്തടിച്ചു. ഒരിക്കലും ഒരു കോടതിയിൽ ഒരു വിസ്താരം നടക്കുന്ന വേളയിൽ അവിടെ വെച്ച് ഏതു പ്രതിയെയും ഉപദ്രവിക്കുവാനായിട്ട് സാധ്യമല്ലല്ലോ. എന്നാൽ അതും താന് ഏൽക്കേണ്ടി വന്നു. രണ്ടാമത്, ഹന്നാവ് കയ്യഫാവിന്റെ അടുക്കലേക്ക് തന്നെ വിടുകയാണ് ചെയ്യുന്നത്. കയ്യഫാവ് അഥവാ ഹന്നാവിന്റെ മരുമകനാണ്. തന്റെ മകളെ വിവാഹം കഴിച്ച വ്യക്തിയാണ്. ഈ വ്യക്തിയാണ് പ്രാർത്ഥനാലയം കള്ളന്മാരുടെ ഗുഹയാക്കിയവനാണ് എന്ന് നമുക്കറിയാം. അവിടെ പൊൻവാണിപക്കാരെയും മൃഗങ്ങളെ യാഗത്തിനും ഒക്കെ കൊണ്ടുവരുന്ന മൃഗങ്ങളെയും ഒക്കെ ആ വിൽക്കുന്നതിന്റെ ഓഹരി ഈ മഹാപുരോഹിതന്റെ പോക്കറ്റിൽ ധാരാളം വീഴുമായിരുന്നു. അങ്ങനെ കയ്യഫാവ് തുടർന്ന് തന്നെ വിസ്തരിക്കുകയാണ്. തന്റെ പ്രധാനമായ ചോദ്യം, നീ വന്ധ്യനായവന്റെ പുത്രനായ ക്രിസ്തുവോ എന്ന് ചോദിച്ചു. ഞാനാകുന്നു എന്ന് ക്രിസ്തു മറുപടി പറഞ്ഞപ്പോൾ ഈ മഹാപുരോഹിതൻ അഥവാ കയ്യഫാവ് തന്നുടൻ വസ്ത്രം കീറുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അത് മത്തായിയുടെ സുവിശേഷം 26:65 നമുക്ക് കാണാവുന്നതാണ്. അഥവാ താൻ ചെയ്തതായ ഒരു വലിയ കാര്യമാണ് അവിടെ നടന്നത്. മോശ മുഖാന്തരം പ്രമാണം കൊടുക്കുമ്പോൾ ഒരിക്കലും ഒരു മഹാപുരോഹിതൻ വസ്ത്രം കീറുകയോ
അല്ലെങ്കിൽ മുടി പിന്നിപ്പറിക്കുകയോ ഒന്നും ചെയ്യുവാനായിട്ട് പാടില്ല. ഇവിടെ താൻ വസ്ത്രം കീറിയതിലൂടെ മാനുഷിക പൗരോഹിത്യം അസ്തമിച്ചിരിക്കുന്നു, അവസാനിച്ചിരിക്കുന്നു എന്ന് വാക്കും ഭാഷണവും കൂടാതെ താൻ സമ്മതിക്കുകയാണ് അവിടെ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നത്. മൂന്നാമത് കയ്യഫാവ് സെന്നിദ്രീൻ സംഘത്തിന്റെ അടുക്കലേക്ക് യേശുവിനെ പറഞ്ഞയക്കുകയാണ്. ഇത് യഹൂദന്മാരുടെ മത കോടതിയാണ്. മഹാപുരോഹിതനും ശ്രേഷ്ഠന്മാരായ 70 പുരുഷന്മാരും ഉൾപ്പെട്ടതാണ് ഈ സെന്നിദ്രീൻ സംഘം. ക്രൂശിക്കേണ്ടതിന് വീണ്ടും അവരുടെ വിസ്താരം കഴിഞ്ഞ് പീലാത്തോസിന്റെ അടുക്കലേക്ക് തന്നെ അയക്കുകയാണ്. അങ്ങനെ മതപരമായ 3 വിസ്താരം കഴിഞ്ഞ് 4ാമത് പീലാത്തോസിന്റെ അടുക്കലേക്ക് തന്നെ പറഞ്ഞയച്ചു. എന്നാൽ പീലാത്തോസ് പ്രധാനമായിട്ട് ചോദിച്ച ചോദ്യം, നീ യഹൂദന്മാരുടെ രാജാവോ എന്ന ചോദ്യത്തിന് ആകുന്നു എന്ന് ക്രിസ്തു തറപ്പിച്ച് തന്നെ മറുപടി പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ പീലാത്തോസ് യേശു ഗലീലക്കാരനെന്നറിഞ്ഞ് താനൊരു പ്രജാതിയിൽപ്പെട്ടവനാകയാൽ എങ്ങനെയെങ്കിലും തടിയൂരേണ്ടതിന് വേണ്ടിയിട്ട് അടുത്തതായിട്ട് ഹെരോദാവിന്റെ അടുക്കലേക്ക് പറഞ്ഞയക്കുന്നതാണ് കാണുവാൻ കഴിയുന്നത്. ഈ ഹെരോദാവാണ് യോഹന്നാൻ സ്നാപകനെ ശിരച്ഛേദം ചെയ്യിപ്പിച്ച ഹെരോദാവാണ് എന്ന്, അഥവാ ഹെരോദാവ് അന്തിപ്പാസാണ് ഇയാളെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആ ഹെരോദാവിന്റെ വിസ്താരവും കഴിഞ്ഞ് വീണ്ടും ഹെരോദാവ് ഗവർണറായിരുന്ന പീലാത്തോസിന്റെ അടുക്കലേക്ക് 2ാം പ്രാവശ്യവും മടക്കി അയക്കുന്ന ചരിത്രം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ ലോകത്തിന്റെ പ്രധാന 5 വൻകോടതികളില് യേശു കർത്താവിനെ വിസ്തരിച്ചിട്ട് അവസാനം പീലാത്തോസ് പറഞ്ഞതാണ്, ഇവനിൽ ഞാൻ യാതൊരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞ് എങ്കിലും വാറുകൊണ്ട് അടുപ്പിച്ച് വിട്ടയക്കുമെന്നാണ് പീലാത്തോസ് പറയുവാനിടയായത്. നോക്കുക, ഏത് കോടതിക്ക് അങ്ങനെ ഒരു കാര്യം പറയുവാനായിട്ട് പറ്റും? ഇവനിൽ യാതൊരു കുറ്റവും കാണുന്നില്ല, എങ്കിലും വാറുകൊണ്ട് അടുപ്പിച്ച് വിട്ടയക്കുമെന്ന് മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തേണ്ടതിന് വേണ്ടി പീലാത്തോസ് പറയുകയാണ്. അതേ പ്രിയമുള്ളവരെ, ഇപ്രകാരം യേശു കർത്താവ് 5 വൻകോടതികളിൽ പ്രധാനമായി വിസ്തരിക്കപ്പെട്ടിട്ടും അന്തിമ മൊഴിയായിരുന്നു, അല്ലെങ്കിൽ കോടതിയുടെ തീരുമാനമായിരുന്നു, ഇവനിൽ യാതൊരു കുറ്റവും കാണുന്നില്ല. യാതൊരു കുറ്റവുമില്ലാത്തവനായ കർത്താവായ ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി, അഥവാ ക്രൂശിൽ പിതാവായ ദൈവം യാഗമാക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഈ സത്യങ്ങളൊന്നും മനസ്സിലാക്കാതെ ഇന്ന് ചില ആഘോഷങ്ങളോ പെരുന്നാളുകളോ ഒക്കെ ആക്കി അത് തരം താഴ്ത്തിക്കൊണ്ടു പോകുന്നതിൽ യാതൊരു വിധമാകുന്ന അർത്ഥവുമില്ല എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ലോകം ഇങ്ങനെ പല നിലകളിൽ പലതും പല ആഘോഷങ്ങൾ നടത്തുമ്പോൾ എന്തിന് ക്രിസ്തു ഭൂമിയിൽ ജനിച്ചു, എന്തിന് ക്രിസ്തു മരിച്ചു, എപ്രകാരം ഉയർത്തെഴുന്നേറ്റു, ഇനി ഭാവിയിൽ എന്ത് സംഭവിപ്പാൻ പോകുന്നു തുടങ്ങിയ കാര്യങ്ങൾ നാം മനസ്സിലാക്കാതെ പേരിൽ മാത്രം നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ് നടക്കുന്നത് കൊണ്ട് യാതൊരു അർത്ഥവുമില്ല. ക്രിസ്തുവിനെ ഉള്ളിൽ ധരിച്ചുകൊണ്ട്, അതെ, ആ അരുമനാഥന്റെ കൽപ്പനകളെ പൂർണ്ണമായി അനുസരിച്ച് ക്രിസ്തുവിന്റെ ക്രൂശിനോട് ചേർന്ന് നടക്കുവാൻ നമുക്കിടയായി തീരട്ടെ. അതല്ലാതെ തെരുവീതികളിലൂടെ ആ ക്രൂശും എടുത്ത് കുറെ സ്ലീഹാപാത നടത്തിയത് കൊണ്ടോ മറ്റ് യാതൊരു കാര്യങ്ങൾ നടത്തിയത് കൊണ്ടോ ഒരർത്ഥവുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്രിസ്തുവിനോട് ചേർന്ന് നമുക്ക് നടക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. in